സാംസങ്ങിന്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ലെവല് സ്മാർട്ട് ഫോണിലേക്ക് പുതുതായിട്ട് വന്ന ഫോണാണ് സാംസങ് A01 എന്നുള്ള ഫോൺ. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ സാംസങ് A01ന്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ലുക്ക് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവയൊക്കെയാണ് നമ്മുടെ സാംസങ് A01ന്റെ കളേഴ്സ് വരുന്നത്. ഒരു റെഡ് കളർ, അതുപോലെ തന്നെ ബ്ലാക്ക്, പിന്നെ ബ്ലൂ കളർ ഇങ്ങനെ ലഭിക്കും. അതിന് നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ മുകൾ ഭാഗത്ത് വരെ തന്നെ ഒരു ചെറിയ ബോക്സ് നമുക്ക് കാണാം. ഇതിനുള്ളിലായിട്ട് കുറച്ച് ബുക്സും കാര്യങ്ങളും വാറണ്ടി കാർഡൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് താഴെയായിട്ടാണ് നമ്മുടെ സാംസങ് A01 വരുന്നത്. ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് ബ്ലൂ കളർ വേരിയൻ്റ് ആണ്. ശേഷം ഫോൺ മാറ്റി വെച്ച് വേറെ എന്തൊക്കെയാണ് ബോക്സിൽ നോക്കാം. ഒരു ചാർജർ കൊടുക്കുന്നുണ്ട്, മൈക്രോ USB ടു USB-A പോർട്ട് കേബിള്, സൈഡിലായിട്ട് സാംസങ്ങിന് തന്നെ ഒരു നോർമൽ 3.5mm വരുന്ന ഹെഡ്ഫോണും കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളിലായിട്ട് തന്നെ സിം ഇജക്ടർ ടൂള് കൊടുത്തിട്ടുണ്ട്. ഇത്രയും തന്നെയാണ് ബോക്സിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡിവൈസും നോക്കാം. ഡിവൈസിന്റെ മുകളിലായിട്ട് തന്നെ ഇൻഫിനിറ്റി V ഡിസ്പ്ലേ, ഡുവൽ ക്യാമറ, ഒക്ടാ കോർ പ്രൊസസ്സർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കവർ ഒന്ന് റിമൂവ് ചെയ്ത് ഫോൺ പുറത്തേക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത്. നല്ലൊരു മാറ്റ് ഫിനിഷിലാണ് ഇതിന്റെ പിൻഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഏതായാലും നമുക്ക് ബൂട്ട് ചെയ്ത് ഡിസ്പ്ലേ ഒക്കെ നോക്കാം. 5.7 ഇഞ്ച് 1520x720 പിക്സൽ റേറ്റുള്ള HD+ മികവുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 19.9 ആസ്പെക്ട് റേഷ്യോയിലുള്ള TFT ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ഒരു U ഷേപ്പില് ഡിസ്പ്ലേയിൽ ക്യാമറയും കാണാൻ സാധിക്കും. പിൻഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മാറ്റ് ഫിനിഷിലാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പോ 3 കളറുകളാണെന്ന് പറഞ്ഞല്ലോ, 3 കളറും വരുന്നത് നല്ല മാറ്റ് ഫിനിഷോട് കൂടിയാണ്. ഈ ഒരു ബ്ലൂ കളർ ആണെങ്കിലും അതുപോലെ റെഡ്, ബ്ലാക്ക് കളറൊക്കെ തന്നെ മാറ്റ് ഫിനിഷോട് കൂടി തന്നെയാണ് വരുന്നത്. ഇതിലായിട്ട് നമുക്ക് ഡബിൾ ക്യാമറയും അതുപോലെ ഫ്ലാഷും അടങ്ങുന്ന ഒരു ചെറിയൊരു മൊഡ്യൂൾ സെറ്റപ്പ് കാണാം. സെൻട്രലായിട്ട് സാംസങ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇയർ സ്പീക്കർ യൂണിറ്റ് വരുന്നത് പിൻഭാഗത്ത് തന്നെ ഏറ്റവും താഴ്ഭാഗത്തായിട്ടാണ്. സൈഡ് വശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് സിം ട്രേ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സിം ട്രേ നമുക്ക് 2 സിമ്മും അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കാൻ സാധിക്കും. ഏറ്റവും മുകൾ വശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴ്ഭാഗത്തായിട്ട് മൈക്രോ USB ഇൻപുട്ട് സ്ലോട്ടുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ക്യാമറ സെറ്റപ്പിലേക്ക് കൊടുക്കാം. പിൻഭാഗത്തായിട്ട് ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. മെയിൻ ക്യാമറ ആയതുകൊണ്ട് 13 മെഗാപിക്സലിന്റെ ഒരു 2.4 അപ്പാച്ചർ വരെയുള്ള വൈഡ് ആംഗിൾ ക്യാമറയും പിന്നെ ഡെപ്ത് സെൻസിങ്ങിനായിട്ട് 2 മെഗാപിക്സലിന്റെ 2.4 അപ്പാച്ചർ വരെയുള്ള ഒരു ക്യാമറയുമാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ക്യാമറ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു 5 മെഗാപിക്സലിന്റെ 2.2 അപ്പാച്ചർ വരെയുള്ള ക്യാമറയാണ്. പിന്നെ ഇതിലായിട്ട് തന്നെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ഫേസ് അൺലോക്കിംഗ് മെത്തേഡും കൊടുക്കുന്നുണ്ട്. ഫേസ് അൺലോക്കിംഗ് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്ത് നമുക്ക് അൺലോക്കിംഗ് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഫാസ്റ്റ് റെക്കഗ്നൈസേഷൻ ഈ ഒരു ഫോണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. സാംസങ്ങിന്റെ A01 വർക്ക് ചെയ്യുന്നത് 1 UI Core 2.0 ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടാണ്. 3000 mAh ഒരു ബാറ്ററി കപ്പാസിറ്റി കൂടി സാംസങ്ങിന്റെ A01 എന്നുള്ള ഫോണിൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൾ ഡേ യൂസിങ്ങിന് ഈ ഒരു ഫോൺ തന്നെ ധാരാളം നമുക്ക് മതിയാവും. ഇതിലെ മെമ്മറി കാർഡ് വരുന്നത് 2GB RAM, അതുപോലെ തന്നെ 16GB ഇന്റേണൽ സ്റ്റോറേജ് ആണ്. എക്സ്റ്റേണൽ ആയിക്കൊണ്ട് നമുക്ക് 512GB വരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഏകദേശം ഒരു 149 ഗ്രാം മാത്രമാണ് സാംസങ്ങിന്റെ A01 എന്ന ഈ ഒരു ഫോൺ വരുന്നത്. ഇതിലായിട്ട് ഒരു 3.5 GHz പ്രൊസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. ഏതായാലും സാംസങ്ങിന്റെ ഒരു ബഡ്ജറ്റ് ലെവല് ഫോണായിട്ട് നമുക്ക് വന്നിരുന്നത് സാംസങ് A10s ഒക്കെയാണ്. അതിലും വില കുറവ് ലഭിക്കുന്ന ഒരു അടിപൊളി ഫോൺ തന്നെയായിരിക്കും സാംസങ്ങിന്റെ ഈ ഒരു A01 എന്നുള്ള ഫോണ്. അത്യാവശ്യം സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഫോൺ തന്നെയാണിത്. 2GB RAM 16GB വേരിയന്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോറുകളുടെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഖത്തറിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് വാങ്ങിക്കാൻ കഴിയുന്ന സ്റ്റോറുകളുടെ ഡീറ്റെയിൽസ്, ഇതിന്റെ പ്രൈസും ഒക്കെയാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൂടാതെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കാണുവാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.